KPCC ഭാരവാഹികൾ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വർഷിക്കും, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യും എന്നൊരു ചാനൽ ചർച്ചയിൽ BJPയുടെ വക്താവ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ, മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രഖ്യാപനം തിരുത്താൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ ചാനൽ അവതാരിക അവസരം നൽകിയെങ്കിൽ പോലും ആ അവസരവും അദ്ദേഹം ആ പ്രഖ്യാപനം ആവർത്തിക്കുന്നതിനാണ്, അതിനെ ന്യായീകരിക്കുന്നതിനാണ് ഉപയോഗപ്പെടുത്തിയത്. തിരുത്തിയിട്ടില്ല, ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ്, ആവർത്തനമാണ് BJPയുടെ വക്താവ് പരസ്യമായിട്ട് മലയാളത്തിലെ ഒരു ദൃശ്യമാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ നൽകിയിട്ടുള്ളത്. ആരാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഇന്ത്യയിലെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കാവൽക്കാരനാണ്. ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് ആഹ്വാനം നൽകിയ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ന് നമുക്കറിയാം, വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഐതിഹാസികമായ പോരാട്ടങ്ങൾക്കും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. BJPക്ക് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിനകത്തും പുറത്തുമുള്ള പ്രവർത്തനങ്ങൾ BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നു. പ്രധാനമന്ത്രിക്കും BJP നേതാക്കന്മാർക്കും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യും, വെടിയുതിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ച ആ ഗുണ്ടാ നേതാവ് അല്ലെങ്കിൽ ആ BJP നേതാവിനെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. എന്തിനേറെ, പോലീസിന് സ്വയമേ ഒരു കേസെടുക്കാം. ഇത് പരസ്യമായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. പോലീസ് കേസെടുക്കും എന്ന് നമ്മൾ കാത്തിരുന്നു. പക്ഷെ കേരളത്തിലെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് അതിന് കൂട്ടുനിൽക്കുകയാണ്, അരുനിൽക്കുകയാണ്, ഒത്താശ ചെയ്യുകയാണ്. അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ആലപ്പുഴ MP കൂടിയായ KC വേണുഗോപാൽ പരാതി നൽകി, രേഖാമൂലം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈകിയാണെങ്കിലും ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.